വസുദേവസുതം ദേവം കംസജാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 14-ാം അധ്യായത്തിലൂടെ ത്രിഗുണങ്ങളുടെ, അതായത് സത്വരജതമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് വ്യക്തികളുടെ സ്വഭാവവും പെരുമാറ്റവും എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് ഭഗവാൻ മനസ്സിലാക്കി തന്നു. എല്ലാ ധർമ്മശാസ്ത്രങ്ങളും മനുഷ്യൻ കൈക്കൊള്ളേണ്ട സദാചാരങ്ങളെക്കുറിച്ചും പുറം തള്ളേണ്ട ദുരാചാരങ്ങളെക്കുറിച്ചും വിവരിച്ച് തരുന്നുണ്ട്. ഈ അധ്യായത്തിൽ മാനവരാശിയെ മൊത്തം രണ്ടായി തരംതിരിച്ച് ദൈവീ സമ്പത്തോടു കൂടിയവർ എന്നും ആസുരീ സമ്പത്തോടു കൂടിയവർ എന്നും ഭഗവാൻ വിവരിച്ചു തരുന്നു. സദാചാരികളുടെയും ദുരാചാരികളുടെയും മനോനിലയെയാണ് സൂക്ഷ്മമായി വിലയിരുത്തുന്നത്. ദൈവീ സമ്പത്ത് മോക്ഷത്തിനും ആസുരീ സമ്പത്ത് ജന്മകർമ്മബന്ധങ്ങൾക്കും കാരണമാകുന്നു. ഈശ്വര ആരാധന കൊണ്ട് ഉള്ളിലെ ആത്മജ്ഞാനം തെളിഞ്ഞവർക്ക് ഭയമില്ലായ്മ, അന്ധകരണശുദ്ധി, അതായത് നിഷ്കളങ്കത, പരമാത്മാവിനെക്കുറിച്ചറിയാനുള്ള താല്പര്യം, ദാനം, അതായത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനുള്ള സന്മനസ്, ഇന്ദ്രിയ നിയന്ത്രണം, നിരന്തരമായ ഈശ്വര ആരാധനാ ധ്യാനം മുതലായ ദൈവീക ഗുണങ്ങൾ തെളിഞ്ഞു വരുന്നു. ഭഗവാൻ പറയുന്നു, സദാചാരികളായ മനുഷ്യർ ശരീരമനഃശുദ്ധി നേടി തേജസ്സും ക്ഷമയും കരുണയും നന്മ നിറഞ്ഞ മനസ്സും കൊണ്ട് മറ്റുള്ളവരെ തങ്ങളിലോട്ട് ആകർഷിച്ച് നന്മയിലോട്ട് ഉയർത്തുന്നു. ഇതിന് ഉത്തമ ഉദാഹരണമാണ് സ്നേഹസമ്പന്നരായവരും ശ്രേഷ്ഠ ആത്മീയ ആചാര്യന്മാരുമായ രമണ മഹർഷി, കാഞ്ചി മഹാപെരിയവ, ചിന്മയാനന്ദ മുതലായവർ. സുദൃഢമായ ശുദ്ധമായ അന്ധകരണത്തിൽ നിന്നുണ്ടാകുന്ന ആത്മവീര്യം ഇവരിൽ തെളിഞ്ഞു കാണാം. ഇവരിലെ ആത്മവീര്യം ദീപശിഖ പോലെ തെളിഞ്ഞ് സാധാരണക്കാരെ അവരിലോട്ട് ആകർഷിക്കുകയും നന്മയിലോട്ട് ഉയർത്തുകയും ചെയ്യും. ദൈവീ സമ്പത്തുള്ളവർക്ക് മറ്റുള്ളവരുടെ നന്മ മാത്രമാണ് ഉദ്ദേശം. തുടർന്ന് ഭഗവാൻ ആസുരീ സമ്പത്തുള്ളവരെക്കുറിച്ച് വിവരിക്കുന്നു. ദുരാചാരികളെയാണ് ആസുരീ സമ്പത്തുള്ളവർ എന്ന് പറയുന്നത്. ആത്മശ്രേയസ്സിനുതകുന്ന സത്പ്രവർത്തികളെക്കുറിച്ച് അവർക്കറിയില്ല. ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും തിരിച്ചറിയാൻ സാധിക്കാതെ മനസ്സിൻ്റെ പ്രകൃതമനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. മനസ്സ് ദുഷിച്ചതാണെങ്കിൽ ദുരാചാരങ്ങളിൽ കൊണ്ടെത്തിക്കും. സദാ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ മാത്രമേ അവർ അറിയുന്നുള്ളൂ. ജഗത്തിന് അധിഷ്ഠാനമായ പരമാത്മാവിനെ അറിയാതെ കാമവികാരം കൊണ്ട് സ്ത്രീ പുരുഷ സംയോഗത്താൽ ജഗത്തുണ്ടാകുന്നു എന്നും നിലനിൽക്കുന്നു എന്നും അവർ വിചാരിക്കുന്നു. ഉള്ളിലെ ആത്മശക്തിയെ അറിയാതെ തന്നിഷ്ടത്തിന് ജീവിക്കുന്നവൻ മരണം വരെ ഒടുങ്ങാത്ത ആഗ്രഹങ്ങളും കാമക്രോധങ്ങളും കൊണ്ട് ഉത്കണ്ഠാകുലമായ ജീവിതം നയിച്ച് തനിക്കും സമൂഹത്തിനും നാശമുണ്ടാക്കുന്നു. ഭോഗങ്ങളെ മാത്രം ആഗ്രഹിക്കുന്നവന് ശാന്തി ഉണ്ടാവില്ല. പലതരത്തിലുള്ള ചിത്തഭ്രമങ്ങളോടുകൂടി വ്യാമോഹമാകുന്ന വലയിൽ അകപ്പെട്ട കാമഭോഗങ്ങളിൽ മുഴുകിയ വ്യക്തി സ്വയം സൃഷ്ടിച്ച നരകതുല്യമായ ജീവിതത്തിൽ വീണുഴലുന്നു. അസ്വസ്ഥ ചിത്തൻ തന്നെയും മറ്റുള്ളവരെയും ദുഃഖിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള അതപ്പതിച്ച ജീവിതം നയിക്കുന്നവർക്ക് കർമ്മദോഷത്താൽ വീണ്ടും വീണ്ടും ആസുരിക ബുദ്ധിയോടുകൂടിയ ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നു. എങ്കിലും കാലക്രമത്തിൽ സത്സംഗങ്ങളിലൂടെ അവർക്ക് തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊടുത്ത് വികസനത്തിനുള്ള അറിവും മാർഗനിർദ്ദേശവും നൽകി അവരെ ശ്രേയസ്സിലോട്ട് നയിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. ഇത് ഏറ്റവും ആശ്വാസവും ആനന്ദവും തരുന്ന വാക്കുകളാണ്. നമ്മളിലധികം പേരും ആസുരീ ഗുണങ്ങളെല്ലാം ഉള്ളവരാണെങ്കിലും നമ്മെയും ഭഗവാൻ ദേവീ സമ്പന്നരാക്കും കാലക്രമത്തിൽ എന്നുള്ള ആശ്വാസവാക്ക് പറഞ്ഞ് അതിനുള്ള ഉപായവും പറഞ്ഞു തരുന്നു ഭഗവാൻ. കാമം, ക്രോധം, ലോഭം ഇവ മൂന്നും ഉപേക്ഷിക്കുക തന്നെയാണ് ഇതിനുള്ള വഴി.
നരകത്തിനുള്ള വാതിലുകളായ ഈ മൂന്നും പതുക്കെ ഉപേക്ഷിച്ച് ശാസ്ത്രവിധിപ്രകാരം ജീവിക്കാൻ തുടങ്ങിയാൽ ശ്രേയോ മാർഗം തുറന്നു കിട്ടും. ദൈവീ സമ്പന്നരായ ഋഷികൾ നമ്മെപ്പോലുള്ള സാധാരണക്കാർക്ക് നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ് ശാസ്ത്രഗ്രന്ഥങ്ങൾ. ശാസ്ത്രത്തെ പ്രമാണമാക്കി ജീവിക്കാൻ തുടങ്ങിയാൽ ഉള്ളിലെ ആത്മശക്തി തെളിയാൻ തുടങ്ങും. ഇതിനാണ് ഇന്ന് എല്ലായിടത്തും ഭാഗവതം, നാരായണീയം, ദേവീ മാഹാത്മ്യം മുതലായ ധാരാളം സത്കർമ്മങ്ങൾ, ധാരാളം യാഗയജ്ഞങ്ങൾ, ധാരാളം പാരായണങ്ങൾ, പുരാണ പാരായണങ്ങൾ ഇവയെല്ലാം നടക്കുന്നുണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കുന്നുമുണ്ട്. ഈ സന്മാർഗത്തിലൂടെ മനസ്സിലുള്ള അജ്ഞതകളും അറിവില്ലായ്മകളും പതുക്കെ മാറി ഉള്ളിലെ ആത്മശക്തി തെളിയാനും ദുരാചാരത്തിൽ നിന്ന് സദാചാരത്തിലേക്ക് ഉയരാനും സാധാരണക്കാരനും സാധിക്കും. ഇങ്ങനെ ശാസ്ത്രത്തെ പ്രമാണമാക്കി ജീവിക്കാൻ തുടങ്ങിയാൽ ദൈവീ ഗുണങ്ങളുള്ളവരായി നമുക്ക് ഉയരാൻ സാധിക്കും എന്നുള്ള ഭഗവാന്റെ ഉപദേശങ്ങൾ ശ്രവിച്ചുകൊണ്ടും അവയെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടും നമുക്ക് ഭഗവാന്റെ തുടർന്നുള്ള ഉപദേശങ്ങൾക്ക് കാത്തിരിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.